ഫസ്റ്റ് നമുക്ക് ഗ്രാഫ് നോക്കാം. ഫോമിൻ്റെ ഗ്രാഫ് ഈസ് എ പെയർ ഓഫ് സെറ്റ് ഓഫ് വേർട്ടീസസ് ആൻഡ് എഡ്ജസ്. നമ്മൾ സെറ്റ് ഓഫ് വേർട്ടീസസിനെ വി എന്നും സെറ്റ് ഓഫ് എഡ്ജസിനെ ഇ എന്നുമാണ് റെപ്രസെൻറ്റ് ചെയ്യുക. വിയിൽ നമുക്ക് ഇപ്പോൾ ഇവിടെ ഗിവൺ ആയിട്ടുള്ളൊരു ഗ്രാഫ് നോക്കുകയാണെങ്കിൽ അതിൽ വേർട്ടീസസ് എ ബി സി ഡി ഇ ആൻഡ് എഡ്ജസ് നോക്കുകയാണെങ്കിൽ എ ബി എ ഇ ബി സി ബി ഡി ഇ ഡി സി ഡി അങ്ങനെയാണ് വരുന്നത്. ഈ ഗ്രാഫ് നമ്മൾ ട്രാവേഴ്സിൽ രണ്ട് മെത്തേഡാണ് ബേസിക്കലി വരുന്നത്. ഗ്രാഫ് ട്രാവേഴ്സിൽ ഗ്രാഫ് ക്യാൻ ട്രാവേഴ്സ് ഇൻ ടു വേസ്. ഫസ്റ്റ് വൺ ഡെപ്ത് ഫസ്റ്റ് സെർച്ച് ആൻഡ് സെക്കൻഡ് വൺ ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച്. അതിൽ DFS ഡെപ്ത് ഫസ്റ്റ് സെർച്ചാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഇതിൽ DFS എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാക്കിൻ്റെ സഹായത്തോടു കൂടി എങ്ങനെയാണ് ഈ ഒരു ട്രാവേഴ്സിങ് ഓപ്പറേഷൻ നടക്കുന്നത് DFSൽ നിന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് അപ്പോൾ സ്റ്റാക്ക് ഓപ്പറേഷനിൽ നമ്മൾ ബേസിക്കലി ഫോളോ ചെയ്യണത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് LIFO പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻ ലാസ്റ്റ് ഔട്ട് പ്രിൻസിപ്പിളാണ്. അതിൽ നമ്മുടെ ടോപ്പാണ് വേരിയബിൾ. പുഷ് ഓപ്പറേഷൻ നടത്താൻ ഇൻസേർഷന് വേണ്ടിയിട്ടാണ്, പോപ്പ് ഓപ്പറേഷൻ നടത്താൻ ഡിലീഷന് വേണ്ടിയിട്ടാണ്. നമുക്ക് DFS എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നോക്കാം. ആദ്യം നമുക്കൊരു അൺഡയറക്റ്റഡ് ഗ്രാഫ് എടുക്കാം. ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഗ്രാഫിൽ നമ്മൾ എങ്ങനെയാണ് ഇനി ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് യൂസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് സ്റ്റാക്ക് നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. ഈ സ്റ്റാക്കിലേക്ക് നമ്മളിപ്പോൾ ഇത് അൺഡയറക്റ്റഡ് ഗ്രാഫ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഞാനിപ്പോൾ ആൽഫബറ്റിക് ഓർഡറിൽ A മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡെപ്ത് ഫസ്റ്റ് സെർച്ച് ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ A എടുത്തു. അപ്പോൾ നമ്മൾ ഈ സ്റ്റാക്കിൽ A ഇൻസേർട്ട് ചെയ്യണം. നമ്മുടെ ടോപ്പായിട്ടിപ്പോൾ A ആണ് വന്നിട്ടുള്ളത്. എലമെൻറ്റ് പുഷ് ചെയ്യുന്നതനുസരിച്ച് ടോപ്പ് മാറിക്കൊണ്ടിരിക്കും. ഇനി ഇതിൽ A എങ്ങോട്ടൊക്കെ ഡയറക്റ്റ് ചെയ്യുന്നുണ്ട് നോക്കാം. Aക്ക് വേണമെങ്കിൽ ബിക്ക് സിക്ക് ഡിക്ക് ഒക്കെ ട്രാവേഴ്സ് ചെയ്യാം. പക്ഷേ അതിൽ കണക്റ്റഡ് ആയിട്ട് കിടക്കുന്നത് ഞാനിപ്പോൾ ആൽഫബറ്റിക് ഓർഡറിൽ പോകുന്നതുകൊണ്ട് തന്നെ B ആണ്. അപ്പോൾ നമ്മൾ A സ്റ്റാക്കിൽ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ A എഴുതണം. അടുത്തത് Bയിലോട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഞാൻ B സ്റ്റാക്കിൽ ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് B കയറി. ആൻഡ് സി Bന്ന് അടുത്തത് Dയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ D ഞാൻ ഇൻസേർട്ട് ചെയ്തു സ്റ്റാക്കിൽ. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് D കാണിക്കണം. ആൻഡ് Dന്ന് സിയിലോട്ടും ഇയിലോട്ടും പോകുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ കൺസിഡർ ചെയ്യുന്നത് സിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ സിയിലേക്ക് പോകുമ്പോൾ ഇവിടെ C നമ്മൾ കാണിച്ചു. അവിടെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് നമ്മൾ C കാണിക്കണം. ആൻഡ് സിന്ന് നമ്മൾ എങ്ങോട്ട് പോകാം? Aക്ക് പോകാം, Bക്ക് പോകാം, Dക്ക് പോകാം. പക്ഷെ ഇത് ഓൾറെഡി വിസിറ്റഡ് ആയതുകൊണ്ട് നമുക്ക് വീണ്ടും അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ബാക്ക് ട്രാക്കിംഗ് നടത്തണം. ബാക്ക് ട്രാക്കിംഗ് നടത്തുക എന്ന് പറഞ്ഞാൽ ഒരു പോപ്പ് ഓപ്പറേഷൻ നടത്തണം. അപ്പോൾ നമ്മൾ സിയിൽ നിന്ന് വേറെ എങ്ങോട്ടും എല്ലാതും വിസിറ്റഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ C പോപ്പ് ചെയ്ത് കളഞ്ഞപ്പോൾ Dയിലോട്ടെത്തി. Dയിൽ ഇനി അൺവിസിറ്റഡ് ആയിട്ടുള്ളത് E ആണ്. അപ്പോൾ നമുക്കിനി അടുത്ത E ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ E അവിടെ ഇൻസേർട്ട് ചെയ്തു. ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ടിലും E കാണിക്കണം. അപ്പോൾ ഇനി നോക്കുക, Eയിൽ ഇനി എങ്ങോട്ടെങ്കിലും വിസിറ്റ് ചെയ്യാനുണ്ടോ നോക്കുക. അപ്പോൾ Eയിൽ ഇനി അങ്ങോട്ട് വിസിറ്റ് ചെയ്യാനില്ല. അപ്പോൾ അത് പോപ്പ് ചെയ്തു. Dക്ക് എത്തി. Dയിൽ ഇനി വിസിറ്റ് ചെയ്യാനുള്ള ഓൾറെഡി ഇതൊക്കെ വിസിറ്റഡ് നോട്ട്സാണ്. അതുകൊണ്ട് തന്നെ D നമ്മൾ പോപ്പ് ചെയ്ത് കളഞ്ഞു. D പോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത Bയിലോട്ട് വന്നു. B നമ്മൾ ഓൾറെഡി വിസിറ്റഡ് ആണ് A ഒക്കെ. അതുകൊണ്ട് B പോപ്പ് ചെയ്തു. Aക്ക് വന്നു. Aന്ന് ഓൾറെഡി Cയും ഇതൊക്കെ വിസിറ്റഡ് ആയതുകൊണ്ട് നമ്മൾ Aയും പോപ്പ് ചെയ്തു. ഇങ്ങനെ ഈ കേസിൽ ഇപ്പോൾ ഇതൊരു എംപ്റ്റി സ്റ്റാക്കായി. ഇപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ വരികയാണ്, എംപ്റ്റി സ്റ്റാക്കിൻ്റെ കണ്ടീഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇതിലുള്ള എല്ലാ നോട്ട്സും വിസിറ്റഡ് ആണ് എന്നുള്ള. അപ്പോൾ ഇങ്ങനെയാണ് ഡെപ്ത് ഫസ്റ്റ് സെർച്ച് നടത്തുന്നത് DFS. ഇനി അതിനൊരു സ്പാനിങ് ട്രീ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കൺസിഡർ ചെയ്യാം. Aന്ന് B, Bന്ന് D, Dന്ന് 2 നോഡ് Cയും Dയും. ഇതാണ് ഇതിൻ്റെ സ്പാനിങ് ട്രീ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡെപ്ത് ഫസ്റ്റ് സെർച്ച്, അതായത് സ്റ്റാക്കിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് ഡെപ്ത് ഫസ്റ്റ് സെർച്ച് ട്രാവേഴ്സിങ് നടക്കുക.